ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാറ്, നമ്മുടെ വീട്ടിൽ പൊതുവെ ഫ്രണ്ട്സ് വീട്ടിലായാലും പറയുന്നതാണ്, വീട്ടിലിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഒരു ദിശയിലോട്ട് തിരിയരുത്, തെക്കോട്ട് തിരിയരുത്, അങ്ങോട്ട് തിരിഞ്ഞ് പഠിക്കരുത്, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കണം, അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ സാർ? നമുക്ക് കുട്ടികൾ പഠിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ അതേപോലെ തന്നെ കുട്ടികൾ തിരിഞ്ഞിരിക്കുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു തൊഴിൽ ചെയ്യുമ്പോഴായാലും ഏത് ദിശയിലേക്ക് തിരിഞ്ഞിരുന്ന് തൊഴിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുട്ടികളുടെ പഠനം തന്നെയാണ് ഇവിടെ പ്രധാനം. അപ്പോൾ കുട്ടികൾ പഠിക്കുമ്പോഴായാലും ശരി, നമ്മൾ എന്തൊരു തൊഴിൽ ചെയ്യുമ്പോഴായാലും ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്നായിരിക്കണം ചെയ്യേണ്ടത്. കാരണം എപ്പോഴും പോസിറ്റീവ് എനർജി, ആ ക്ലോക്ക് വൈസ് ആ രീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ദിക്കുകളിലേക്ക് തന്നെ തിരിഞ്ഞിരുന്നായിരിക്കണം കുട്ടികൾ പഠിക്കേണ്ടത്. അത് തെക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ കുട്ടീനെ സംബന്ധിച്ച് എത്ര പഠിച്ചാലും അത് കുട്ടിക്ക് അതിൻ്റെ മെമ്മറിയിലേക്ക്, അവൻ്റെ ഓർമ്മയിലേക്ക് കയറി നിൽക്കാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഈ കച്ചവടക്കാർ അവരുടെ ക്യാഷർ ഇരിക്കേണ്ട ദിക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഇരുന്നിട്ട് വേണം, വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്നിട്ട് വേണം വ്യാപാര സ്ഥാപനങ്ങൾ ജോലി ചെയ്യാൻ. അതേപോലെ എത്ര ഉന്നതിയിലുള്ള തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തി തീർച്ചയായിട്ടും കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചെയ്യണം. അല്ലാതെ അയാളും ഓപ്പോസിറ്റ് നെഗറ്റീവിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം പലർക്കും അറിവില്ലാത്ത കാര്യങ്ങളാണ്. ചിലർ പറയും ഇതെല്ലാം വിഡ്ഢിത്തമാണ്, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ തെക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി അവനെ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ചെത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ മുൻപുള്ള ദിവസങ്ങളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കുട്ടി പഠിക്കുന്നതിനും അത് ഓർമ്മയിൽ നിൽക്കുന്നതിനും ഉള്ള ഒരു താല്പര്യം കൂടുതൽ കാണിക്കും. അതേപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന റൂമുകൾക്കും പ്രാധാന്യമുണ്ട്. ആ റൂമുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് തെക്ക് കിഴക്കുള്ള റൂമിൽ കുട്ടികൾ പഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ രണ്ടാമത് വരുന്നത് വടക്ക് പടിഞ്ഞാറുള്ള റൂമിൽ കുട്ടികൾ പഠിക്കാനിരിക്കുന്നതാണ് ഉത്തമം. അതേപോലെ കുട്ടികൾ കിടക്കുന്നതിനും ഏറ്റവും നല്ല റൂം എന്ന് പറയുന്നത് തെക്ക് കിഴക്കുള്ള റൂമായിരിക്കും. രണ്ടാം സ്ഥാനം കൊടുക്കുന്നത് വടക്ക് പടിഞ്ഞാറിനാണ്. ഇത് തന്നെ നമ്മളുടെ പലരും തെറ്റിച്ചിട്ട് ഇത് തെക്കിഴക്ക് അടുക്കളയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് തെക്കിഴക്ക് അടുക്കള അരുതെന്ന് തന്നെയാണ് പറയുന്നത്. തെക്കിഴക്ക് അവിടെ ക്ഷേത്ര തിടപ്പള്ളി പോലെ പരിപാലിക്കാമെങ്കിൽ മാത്രമേ അവിടെ അടുക്കളയ്ക്ക് സ്ഥാനമുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഭവനം നിർമ്മാണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കുട്ടികളുടെ പഠനമൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരു കാരണവശാലും കുട്ടികളെ പഠിക്കാനിരുത്താൻ പാടില്ല, കുട്ടികളെ കിടത്താനും പാടില്ല. അവിടെ കപ്പിൾസാണ് കിടക്കേണ്ടത്, അതായത് ദമ്പതികൾ കിടക്കേണ്ട റൂമാണ് തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഇതുപോലെ അറിയാതെ ഒത്തിരി വാസ്തുവാചാര്യന്മാരുണ്ട്. അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്യോതിഷ മാസികകളൊക്കെ വായിച്ചു നോക്കി അതിനകത്തുള്ള സംശയവും അതിനുള്ള മറുപടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് പൈസ ഒന്നും ചിലവാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല, ആ പോണ പോലെ അങ്ങ് പൊക്കോട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് പൈസ ചിലവാക്കേണ്ടതാണെങ്കിൽ ചിലവാക്കി തന്നെ ആവണം. കാരണം നമ്മുടെ ജീവിതമാണ്, നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഹ്രസ്വമായ ഒരു കാലയളവ്. കാര്യം ചിലപ്പോൾ 70 വയസ്സ് 75 വയസ്സ് 80 100 വയസ്സൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയൊരു കാലഘട്ടം ഒരു 80 വയസ്സ് വരെയാണ്. അതിന് മേലേക്കൊക്കെ വരുമ്പോൾ വളരെ കൂടി വൃദ്ധാവസ്ഥയിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അപൂർവ ആളുകൾ 85-ലും 90-ലൊക്കെ നല്ല ഊർജ്ജസ്വലതയോടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈശ്വരൻ സാധാരണഗതിയിൽ തരുന്ന ഒരു ആയുസ് ഒരു 70 75 60 മുതലാണ് തുടങ്ങുന്നത്, അതായത് അവസാനിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അത്രയും ഊർജ്ജസ്വലതയോടുള്ള ഈ കാലയളവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണം, അല്ലാതെ കണ്ട് ആരാണ്ടൊക്കെ വേണ്ടി ഓക്കാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു കാരണവശാലും അടിച്ചു വളർത്തരുത്, അവരെ ലാളിച്ച് തന്നെ വളർത്തണം. 6 വയസ്സ് വരെയുള്ള കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നതും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാലാരിഷ്ടത കാലഘട്ടത്തിൽ അവരുടെ സൗഭാഗ്യ കാലഘട്ടങ്ങളാണ്. അപ്പോൾ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുള്ള കുട്ടികളൊന്നും അടിക്കാൻ പാടില്ല. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടിക്കാലം, ഈ കാലഘട്ടത്തിൽ കുട്ടികളെ അടിച്ചു തന്നെ വളർത്തണം, അല്ലാതെ കണ്ട് ഇവിടെ ലാളിക്കാൻ പാടില്ല. ഈ കാലഘട്ടമാണ് കുട്ടിയുടെ ആ മെമ്മറി, അതായത് മനസ്സ് തിരിയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് പാരൻസിന് പറ്റുന്ന അബദ്ധം. കാരണം ഇന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ദരിദ്രത്തിൽ വളർന്നതുകൊണ്ട്
ആ രീതിയിലേക്ക് വരുന്ന പാരൻസ് കുട്ടികളെ അമിതമായി ലാളിച്ച് വളരെ വഷളാക്കി കളയുന്നു. ഈ കാലയളവിൽ കുട്ടിയുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റങ്ങൾ പിന്നീട് അവൻ വളർന്നു വലുതായി കഴിയുമ്പോൾ ആരെയും അനുസരിക്കാതെ വരികയും അതേപോലെ തന്നെ തീവ്രവാദത്തിലേക്ക് തിരിയുകയും അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണ്. പിന്നീട് 15 വയസ്സിന് മേലെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളെ അടിച്ച് തന്നെ വളർത്തണം എന്ന് പറയുന്നു. അതിനു മേലെ പിന്നീട് 14 വയസ്സിന് മേലുള്ള കുട്ടികളെ അടിക്കാനേ പാടില്ല, സുഹൃത്തിനെ പോലെ കാണണം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരു അഭിപ്രായമല്ല. നമുക്ക് ഇവിടെ ചാണക്യ സൂത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് 3 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന നമ്മളുടെ ഏറ്റവും വലിയ തത്വശാസ്ത്രം എഴുതി തന്ന ചാണക്യ സൂത്രത്തിലുള്ള വാക്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 14 വയസ്സ് മുതലുള്ള കുട്ടികളെ അടിക്കാനേ പാടില്ല, അവിടെ സുഹൃത്തിനെ പോലെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അച്ഛനും മകനായാലും അമ്മയും മകനായാലും കൂട്ടുകാരെ പോലെ വേണം കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികളെ വളർത്തുമ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം 6 വയസ്സ് വരെയുള്ള കുട്ടികളെ ലാളിക്കുക, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ അടിച്ച് തന്നെ വളർത്തണം, അല്ലാതെ ഒന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓമനിച്ച് വളർത്തരുത്. പണ്ട് കാലങ്ങളിൽ കാരണന്മാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, ഒന്നുള്ളെങ്കിൽ ഒലയ്ക്കൊക്കെ അടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒലയ്ക്ക് അടിച്ച് കൊല്ലാനല്ല പറഞ്ഞത്, കാരണം ഓമനിച്ച് വളർത്തി കുട്ടിയെ വഷളാക്കി കളയരുത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് കുട്ടികളിപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ ബൈക്ക് വേണമെന്ന് പറയും. അപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ പോലും കുട്ടിക്ക് ബൈക്ക് വാങ്ങി കൊടുക്കും, പിന്നെ അമിത വേഗത്തിൽ ഓടിച്ചു പോകും, കുട്ടി അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു. അപ്പോൾ എല്ലാം സംഭവിക്കുന്നത് പാരൻസിൻ്റെ പിടിപ്പുകേടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രായപരിധി 18 വയസ്സ്, അവിടെ മുതലാണ് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളർത്തി വരുന്ന സാഹചര്യത്തിൽ തന്നെ കുട്ടിയെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ കുട്ടികൾ വളർന്നു വരും. അങ്ങനെ വളരുന്ന കുട്ടികളാണെങ്കിൽ അത് സമൂഹത്തിനും നമ്മുടെ നാടിനും രാഷ്ട്രത്തിനും വലിയ സംഭാവന തരുന്നതിനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണ്, എല്ലാം നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ കണ്ടിട്ട് കുട്ടി വഴി തെറ്റി കഴിയുമ്പോൾ അത് കുട്ടിയുടെ മാത്രം സ്വഭാവദോഷം എന്ന് ഒരിക്കലും ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പാരൻസിൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടും പിന്നെ അറിവില്ലായ്മ കൊണ്ടും ഇപ്പോൾ ഒത്തിരി പാരൻസിന് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പലരും പറയാറുണ്ട്, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് എന്താണോ വേണ്ടത്, അപ്പോൾ എത്ര കടവും വില വാങ്ങിച്ചിട്ടായാലും കുട്ടി പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കുട്ടി ബുദ്ധിമുട്ടറിയാതെ വളർന്നു വരുമ്പോൾ പാരൻസിന് സാമ്പത്തികമായിട്ട് ആ ഒരു കഴിവില്ല എങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നത് എന്തും നമ്മുടെ മാതാപിതാക്കൾ വാങ്ങിത്തരും എന്നുള്ള ഒരു ധാരണയോടുകൂടിയായിരിക്കും പിന്നീട് കുട്ടികൾ അതിനെ സമീപിക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ പല പാരൻസും ഇങ്ങനെ പറയാറുണ്ട്, കുട്ടീനെ ഞങ്ങൾ വളരെ ലാളിച്ചു വളർത്തി, പക്ഷേ ഇപ്പോൾ എന്ത് പറഞ്ഞാലും കുട്ടി അനുസരിക്കുന്നില്ല, പിടിവാശിയാണ്, അതേപോലെ മൊബൈൽ തന്നെ വേണം, അതും വില കൂടിയത് തന്നെ വേണം, സാധാരണ രീതിയിലൊന്നും പോരാ. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ തന്നെ മിസ്റ്റേക്കാണ്. നമ്മൾ ഈ പറഞ്ഞ കാലയളവിൽ കുട്ടിയെ ശാസിച്ചും അടിച്ചുമാണ് വളർത്തിയിരുന്നെങ്കിൽ കുട്ടിക്ക് മാതാപിതാക്കളോട് ഭയഭക്തിയും ബഹുമാനവും ഭയവും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളായിരിക്കും പിന്നീട് മാതൃകാ പുരുഷന്മാരായിട്ടെല്ലാം മാറി വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു ദിക്ക്, അതാണ് നമ്മൾ തുടങ്ങിയത്, ആ ദിക്ക് എപ്പോഴും വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിച്ചിരുത്തി തന്നെയായിരിക്കണം കുട്ടികളെ പഠിക്കാൻ ഇരുത്തേണ്ടത്. ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറുള്ള കന്നി റൂമിൽ കുട്ടികളെ കിടക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.